ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പ്ലെൻഡിഡ് ഡേയ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് മയിൽപ്പീലി വിശേഷങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ മയിൽപ്പീലി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവർക്കും ഒരുപോലെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാണ് മയിൽപ്പീലി. അതിൻ്റെ നിറങ്ങളും അതിൻ്റെ ഭംഗിയും, മയിലിനെ കണ്ടാലും നമ്മുടെ ഒരു സന്തോഷം, നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു കുഞ്ഞു കുട്ടിയായി മാറും മനസ്സിലെങ്കിലും. അപ്പോൾ അത്തരത്തിലുള്ള കുറേ വിശേഷങ്ങളുണ്ട് നമുക്കിന്ന് പങ്കുവയ്ക്കാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മനോഹരമായ മയിൽ നൃത്തത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് പൂജാമുറിയിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ബണ്ടിലായിട്ട് നമ്മൾ കുറച്ച് മയിൽപ്പീലികൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ മയിലിൻ്റെ വീഡിയോ, മയിലിൻ്റെ സ്റ്റാറ്റസും ഒക്കെ ഇടുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് മയിൽപ്പീലികൾ. അപ്പോൾ കിട്ടുന്ന അനുസരിച്ച് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട്. ഒരുപാടൊന്നും കിട്ടാറില്ല കേട്ടോ, ഒന്നോ രണ്ടോ തവണ കിട്ടിയിട്ടുള്ളൂ. ഇത് ഒരുപാട് തിരഞ്ഞു നടന്നാലൊക്കെ ഒന്നൊക്കെ കിട്ടിയെങ്കിലേ ഉള്ളൂ. ഇങ്ങനെ കൂട്ടമായിട്ട് കിട്ടണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ മയിലിനെ വല്ല നായയോ കുറുക്കനോ ഒക്കെ പിടിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ മയിലിന് പറ്റുമ്പോഴാണ് നമുക്ക് പീലികൾ കിട്ടുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഈ ഒരു ഇത് നോക്കൂ, ഇത് ഒരു 2 കൊല്ലം മുമ്പ് കിട്ടിയതാണ്. അപ്പോൾ അത് കുറച്ച് നാശമായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പീലിയുടെ കളറൊക്കെ കണ്ടില്ലേ, കുറച്ച് പച്ചയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു പീലി നല്ല ഫ്രഷായിട്ട് ഒരു ബ്ലൂ കളറാണ്. മറ്റേ ആദ്യം നമ്മൾ കണ്ടത് ഗ്രീനിഷാണ്. ഇതിങ്ങനെ മയിലിൻ്റെ പീലിയിലുള്ള വ്യത്യാസമാണോ അതോ പഴക്കം ചെല്ലുമ്പോൾ കളറ് പോകുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെപ്പറ്റി അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു പീലികൾ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ട് ഒരു 8 മാസമൊക്കെ മുമ്പാണ്. ഇങ്ങനെ തൊടിയിൽ കിടക്കുന്നുണ്ടെന്ന് അടുത്ത വീട്ടിലുള്ള കുട്ടി വന്ന് പറയുമായിരുന്നു. അപ്പോൾ ശരിക്കും ആ സമയത്ത് നമ്മൾ മയിൽപ്പീലി കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ശരിക്കും വീഡിയോ ഒക്കെ എടുക്കേണ്ടതാണ്. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് വേറെ ആരെങ്കിലും എടുക്കുന്നതിന് മുമ്പ് ഓടിപ്പോയി കളക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അങ്ങനെ ഇതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതും കുറച്ച് റിസ്ക്കാണ് കുട്ടികളുള്ള വീട്ടിൽ. പിന്നെ നമ്മൾ ഉണ്ണിക്കണ്ണൻ്റെ തലയിലും ഒരു 2 പീലിക്കണ്ണ് ചൂടിക്കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അധികം വലിപ്പമില്ലാത്ത മയിൽപ്പീലിയാണ്. നല്ല ഭംഗിയുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മയിൽപ്പീലി 2 എണ്ണം ഞാനിങ്ങനെ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ബോട്ടിലിട്ട് വെച്ചിട്ട്. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു മയിൽപ്പീലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുസ്തകത്തിൻ്റെ ഉള്ളിൽ വെച്ച് വീണ്ടും വീണ്ടും മയിൽപ്പീലികൾ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കാറുണ്ടായിരുന്നല്ലോ. അതുപോലെ അന്നത്തെ ആ ഒരു കൗതുകം ഇന്നും വിട്ടിട്ടില്ല ശരിക്കും മയിൽപ്പീലിയോട്. അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളതാണ് ഈ മയിൽപ്പീലികളൊക്കെ. പിന്നെ ഇത് നമ്മൾ കുപ്പിയിലിട്ട് വെച്ചിട്ടുള്ള ഒരു 3-4 ഇട്ട് വെച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളുള്ള വീട്ടിൽ നമ്മൾ കുപ്പി ഇങ്ങനെ വെക്കുന്നതും പിന്നെ മയിൽപ്പീലി ഇങ്ങനെ വെക്കുന്നതും ഒന്നും അവിടെ ഇരിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വീണ്ടും ഇവിടെ തന്നെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു 4 ഒക്കെ ഉണ്ടായിരുന്നു ഇതിൽ. ഇപ്പോൾ 2 ഉള്ളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിലൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിരിക്കും. വളരെ നാച്ചുറലായ സാധനങ്ങളല്ലേ. ഈ ഒരു പീലി ഒരു ഭാഗം മാത്രം ഇങ്ങനെയുള്ളതാണ്. അതിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങനെയാണ്. ഇത് പിന്നെ ഒരു കുഞ്ഞു പീലി, നമുക്ക് ശരിക്കും ഒരു പരുന്തിൻ്റെ തൂവലിൻ്റെയൊക്കെ അത്ര വലിപ്പമേ ഉള്ളൂ ഈ ഒരു പീലിക്ക്. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള കളറ് കൊടുത്ത പോലെ മനോഹരമായിട്ടുള്ള പീലിക്കണ്ണ്. ഇത് പിന്നെ ഞാൻ കുറച്ച് പീലികളൊക്കെ മയിൽപ്പീലി ഒന്നിച്ച് കിട്ടിയപ്പോൾ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് വെച്ചതാണ്. പക്ഷേ എപ്പോഴും വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ മറക്കും. റാക്കിൽ അങ്ങനെ വെക്കും, പോകാൻ നേരത്തെ ഓർമ്മ ഉണ്ടാവില്ല. അവിടെ പോകുമ്പോഴായിരിക്കും ഓർമ്മ. പിന്നെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എന്തായാലും കൊണ്ടുപോകണം. ചേച്ചിമാരുടെ മക്കൾക്കൊക്കെ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പീലിയാണിത്. അപ്പോൾ ഇതിലൊരുപാട് എണ്ണമുണ്ട്, പല വലിപ്പത്തിലുള്ളത്, പീലിക്കണ്ണുള്ളതും അധികം പീലിക്കണ്ണില്ലാത്തതൊക്കെ. അപ്പോൾ പീലിക്കണ്ണില്ലാത്തതെന്ന് വെച്ചാൽ അതിങ്ങനെ മയിൽ നടന്നു പോകുമ്പോൾ നിലത്തുരഞ്ഞിട്ടൊക്കെ പോകുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ അങ്ങനത്തെയൊക്കെ പീലികളാണ് നമുക്ക് അധികം കിട്ടാറ്, ഡാമേജ്ഡ് ആയിട്ടുള്ളത്. മറ്റേത് ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഉയരത്തിലേക്കൊക്കെ ഇങ്ങനെ തെങ്ങിൻ്റെ മുകളിലേക്കൊക്കെ മയിൽ പറന്നു പോകുമ്പോഴോ അങ്ങനെയൊക്കെ 1-2 വീണ് കിട്ടുന്നതാണ് നല്ല പീലികൾ.
മയിൽപ്പീലി സിന്തറ്റിക്കായി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അങ്ങനെയുണ്ട്. മയിൽപ്പീലി നമ്മളിപ്പോൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് മയിൽപ്പീലികൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷേ അതിലധികം ഒറിജിനൽ അല്ല എന്നാണ് അവിടുത്തെ ഒരു ഷോപ്പിലെ ഒരു ചേട്ടൻ പറഞ്ഞത്. അതുവരെ ഇങ്ങനെ സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുവരെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട് എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അതിൻ്റെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിൽ എങ്ങനെ വ്യത്യാസമായിട്ട് അറിയാമെന്നൊന്നും അറിയില്ല. അതും ഇനി ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൺ സൈഡുള്ള പീലി, അത് സൈഡിലുള്ളതായിരിക്കണം മേ ബി. ഇതും ഒരു ഭംഗിയാണ്, പ്രത്യേക ഒരു കളറ്, ഒരു പച്ച കലർന്ന കളറും ഒരു സൈഡ് മാത്രം ഇതളുകളുള്ളതും. അങ്ങനെ പല വലിപ്പത്തിലുള്ള കുറേ മയിൽപ്പീലികളുണ്ട് ഈ കൂട്ടത്തിൽ. ഒരുപാട് കാലം നമ്മൾ എടുത്തു വെച്ച് കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ മയിൽപ്പീലി പൊടിഞ്ഞു പോകണതും കാണാറുണ്ട്. അതായത് നമ്മൾ എയർ ഒന്നും കിട്ടാത്ത രീതിയിൽ വെച്ചാൽ, കവറൊക്കെ പൊതിഞ്ഞ് വെക്കുകയാണെങ്കിൽ അത് പൊടിഞ്ഞ് പോയിട്ടുള്ളതും കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു എന്താണെങ്കിലും ഒരു ലിവിങ് ബോഡിയിലുള്ള ഒരു സാധനമായിരുന്നല്ലോ. നോൺ ലിവിങ് തിങ് ആണെങ്കിലും ഒരു ഫെദറൊക്കെ നോൺ ലിവിങ് ആണെങ്കിലും ഒരു ബോഡിയിലിരുന്ന സാധനമാണല്ലോ. അപ്പോൾ ഒരു എയർ സർക്കുലേഷൻ അതിന് എന്താണെങ്കിലും ആവശ്യമുണ്ടാവും. അപ്പോൾ നമ്മൾ മയിൽപ്പീലികൾ കുറേ കാലത്തേക്കൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പർ പോലത്തെ എന്തിലെങ്കിലും പൊതിഞ്ഞ് വെക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് അത് നാശമായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നല്ല ഹൈറ്റാണ്, ഇതിൽ ഇത്രയും ഭാഗം നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മയിലുകളുടെ വീഡിയോ ഒക്കെ ഞാൻ ഇടുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിരുന്നു, മയിലുകൾ ഇങ്ങനെ ധാരാളമായിട്ട് വരുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഒരു വരൾച്ച വരുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നതെന്ന്. കാരണം വരൾച്ച ഇഷ്ടപ്പെടുന്ന ജീവികളാണ് മയിലുകൾ. അപ്പോൾ ഉണങ്ങിയിരിക്കുന്ന ഒരു കാലാവസ്ഥയിൽ അധികമായിട്ട് കാട് വിട്ട് പുറത്തു വരുന്നതാണ് ഈ മയിലുകളെന്ന്. പിന്നെ മാത്രമല്ല, അധികം കാട്ടിലൊന്നും ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ടല്ലോ പല മൃഗങ്ങൾക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കുറുക്കനും മയിലും കീരിയും എല്ലാം ഇറങ്ങിയിരിക്കുന്നത്. നോക്കൂ, എന്തൊരു പെർഫെക്ഷനാണ് ഈ ഒരു മയിൽപ്പീലിക്കൊക്കെ. എന്തൊരു ഭംഗിയാണല്ലേ. ഇതിൽ കുറച്ച് ബ്ലൂ കളർ കുറവുള്ളൊരു ടൈപ്പാണിത്. ചിലപ്പോൾ ഓരോ മയിലിൻ്റെ വ്യത്യാസമായിരിക്കും, അല്ലെങ്കിൽ ഓരോ പീലിയുടെ ഏജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഘടകങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ മയിൽപ്പീലി വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഗാർഡനിങ് വീഡിയോസ്, കൃഷി വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനലിൽ വന്നിട്ട് ഫ്രണ്ട്സ് ആവുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.